മക്കളെ, ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റ് പ്യാർ. ഈ പ്യാർ എന്നതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഖുദ് സേ പ്യാർ. ഖുദ് സേ പ്യാർ എന്ന കവിത ശോഭനാഥ് യാദവിൻ്റെ കവിതയാണ്. വളരെ മനോഹരമായ കവിതയാണിത്. ഇതിൻ്റെ വായനയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ വായന കഴിഞ്ഞതിന് ശേഷം ഇതിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസർ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ കാണണം. ഇതിൻ്റെ ആശയം എല്ലാം ലാസ്റ്റിലേക്കുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇവിടെയുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വീഡിയോ വായനയാണ്. എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ് നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തതുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിലേക്ക് പോയാൽ നിങ്ങൾക്കത് കിട്ടും. അതുകൊണ്ട് തന്നെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നിങ്ങൾ ഖുദ് സേ പ്യാർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വിശദമായിട്ട് ഇതിൻ്റെ എല്ലാം സൂരജ് അപ്നി ആഗ് സേ, സൂര്യൻ സ്വന്തം അഗ്നി കൊണ്ട്, അങ്ങനെ അർത്ഥങ്ങൾ പറഞ്ഞു കൊണ്ടെടുക്കുന്ന ക്ലാസ് കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് പ്ലേലിസ്റ്റിൽ നിന്ന് എടുത്തിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് വായന നോക്കാം. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. കവിതയുടെ പേരാണ് ഖുദ് സേ പ്യാർ. ഖുദ് സേ പ്യാർ. ഖുദ് പറഞ്ഞ സ്വയം, സ്വയം സ്നേഹിക്കുക എന്നാണ് പറഞ്ഞത്. ഖുദ് സേ, പാൻ്റെ പകുതിയാണിത് കേട്ടോ. പ പകുതി, പിന്നെ യാണ്, യാ, പിന്നെ ദീർഘം യാ, പിന്നെ ര. പ്യാർ, ഖുദ് സേ പ്യാർ. ശോഭനാഥ് യാദവാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വായിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ മുകളിൽ, ഈ വരിയുടെ മുകളിൽ ഇതിൻ്റെ മലയാളം എഴുതി വെച്ച് ഒരിക്കലും പഠിക്കരുത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായന ശരിയായി വരില്ല. നിങ്ങൾക്ക് ഒരിക്കലും വായിക്കാൻ പറ്റില്ല അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് മലയാളത്തിൽ എഴുതി വെച്ച് പഠിക്കാതെ ഓരോ അക്ഷരങ്ങളും എന്താണെന്നും അതിന് ചിഹ്നം ചേർത്താൽ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാകുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് വായന വളരെ സിമ്പിളായിരിക്കും. നിങ്ങൾക്ക് സ്വയം വായിക്കാൻ തീർച്ചയായിട്ടും പറ്റും. സ്വയം വായിക്കാൻ പറ്റും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മലയാളം എഴുതി വെച്ച് പഠിച്ച ഒരിക്കലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സൂരജ്, സു, ഇത് സായാണ്. സാക്ക് ഊ എന്ന ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം സാ എന്നതിന് ഊ എന്ന ചിഹ്നം കൊടുത്തത് കൊണ്ട് സൂ. അടുത്തത് ര, പിന്നെ ജ. സൂരജ്, സൂരജ്. അപ്പനി, ആ പ നി, അപ്പനി. ആഗ്, ആഗ് സേ. ഈ ഗ എന്നത് ഗ എന്നെങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അല്ലേ? അതായത് ഏതൊരക്ഷരവും ഗായായാലും, ക എന്ന അക്ഷരമായത് ഗ എന്നാണ് എഴുതിയത്. ഇത് ക എന്ന അക്ഷരമായാലും, അതുപോലെ തന്നെ മ എന്ന അക്ഷരമായാലും, പിന്നെ എന്താണ് ബ എന്ന അക്ഷരമായാലും, ഏതക്ഷരമായാലും ഇതെല്ലാം ഇതുപോലെ ലാസ്റ്റ് ആഗ് ഗ, ഇവിടെ ലാസ്റ്റാണല്ലോ വന്നത്. അതുപോലെ ലാസ്റ്റിലാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ ഈ ചിഹ്നം കൊടുത്തിട്ടാണ് വായിക്കുക. ഓക്കെ, എന്ന ചിഹ്നം കൊടുത്തിട്ടാണ് വായിക്കുന്നത്. അതുകൊണ്ടാണ് ആഗിനെ ഗ, ആഗ് ഗാക്കി, അല്ലെങ്കിൽ ആഗ വായിച്ചാൽ പോരെ. ഗ എന്ന അക്ഷരം അതുപോലെ വായിക്കൂല. ദീർഘങ്ങളൊന്നും ഇവിടെ ഒരു ചിഹ്നവും ഇല്ല. ഇതിൻ്റെ അടുത്ത് ഒരു ചിഹ്നവും ഇല്ലാത്തത് കൊണ്ട് അതിന് നമ്മൾ ഈ ചിഹ്നം കൊടുത്തിട്ട് വായിക്കും. അത് ലാസ്റ്റ് വരികയാണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. നടുക്കിൽ വരികയാണെങ്കിലൊന്നും നമ്മൾ അങ്ങനെ കൊടുക്കൂല. ലാസ്റ്റ് വരികയാണെങ്കിൽ മാത്രമാണ് ഈ ചിഹ്നം കൊടുത്തിട്ട് വായിക്കുന്നത്. കായാണ് വരുന്നെങ്കിൽ ക എന്ന് വായിക്കും, ബായാണ് വരുന്നെങ്കിൽ ബ എന്ന് വായിക്കും, മായാണെങ്കിൽ മ എന്ന് വായിക്കും. ഓക്കെ, പിന്നെ മാക്കി എന്നും ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയും. കലം എന്നൊക്കെയാണെങ്കിൽ, അപ്പം കലം വരികയാണെങ്കിൽ കായും, പിന്നെ ലായും മായും വരികയാണെങ്കിൽ വായിക്കുന്ന എന്താണ്? കലം. മീന അങ്ങനെ വരും. ഓക്കെ, അപ്പം ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് ആ വായന അവിടെ റെഡിയാവും. ഓക്കെ, എല്ലായിടത്തും നോക്കാം. ഇത്തന പ്യാർ കരേ കി. ഈ തന, ഇത്തന. പ്യാർ നേരത്തെ പറഞ്ഞു, പ്യാർ. കരേ, ക ര എ ചിഹ്നം, കരേ. കി, കി ഇത് ഈൻ്റെ ചിഹ്നമാണ്, ക എന്ന അക്ഷരമാണ്. കി. ഇത്തന പ്യാർ കരേ കി. വഹ്, വാഹ, വഹ്, ഹാ കണ്ട, വഹ എന്നല്ല ഇവിടെ പറഞ്ഞത് അല്ലേ? ഹാക്കി ഹ് എന്നാണ് പറഞ്ഞത്. വഹ്. ദേ സഗേ ആഗ്, ദേ സഗേ ആഗ്. ദുനിയ, ദുനിയ. കോ ബി, ദുനിയ കോ ബി. ഒന്നുകൂടെ വായിക്കാം. സൂരജ് അപ്പനി ആഗ് സേ ഇത്തന പ്യാർ കരേ കി, വഹ് ദേ സഗേ ആഗ് ദുനിയ കോ ബി.
അടുത്ത നോക്കാം. ദരക്ത്, ദരക്ത് ദ ര പിന്നെ ഗ പകുതി ത. ദരക്ത്. അപ്പനെ ഫൂലോം സേ, അപ്പനെ ഫൂലോം ഇത് ഫായാണ്, ലായാണ്, ലോം ഓ എന്ന ചിഹ്നവും ഡോട്ടും ഉണ്ട് ഇവിടെ അല്ലെ. ലോം ഫൂലോം സേ. അങ്ങനെയാണെങ്കിൽ ക എന്ന അക്ഷരം എഴുതി, ക എന്ന അക്ഷരം നമ്മൾ എഴുതി എന്ന് വിചാരിക്കാം. അതിന് നമ്മൾ ഇതുപോലെ ഓ എന്ന ചിഹ്നം കൊടുത്ത് ഓം എന്നാക്കി. ഇതെന്ത് വായിക്കും? കോം അല്ലേ. ഇവിടെ ഡോട്ടാണ് കേട്ടോ. കോം എന്താണ് വായിക്കുന്നത്? കോം എന്നാണ് ഇത് വായിക്കുന്നത്. അപ്പൊ ഇവിടെ ലാ എന്ന അക്ഷരം കൊടുത്തിട്ട് ലാക്കി ഓ എന്ന ചിഹ്നം കൊടുത്തു, പിന്നെ ഡോട്ടും. അപ്പൊ എന്താ വായിച്ചത്? ലോം അല്ലേ. दरख्त अपने फूलों से इतना प्यार करेगी, इतना इतना प्यार करेगी, वह दे सके फूल फूल दुनिया को भी, दुनिया को भी. दरख्त अपने फूलों से इतना प्यार करेगी, वह दे सके आग दुनिया को भी. അടുത്ത നോക്കാം. ബാദൽ, ബാദൽ ല എന്നത് നമ്മൾ എങ്ങനെയാണ് ഉച്ചരിച്ചത്? എങ്ങനെയാണ് ഉച്ചാരണം അവിടെ വന്നത്? ഇൽ എന്നാണ് അല്ലേ. ബാദൽ. അതുപോലെ തന്നെ രാ എന്നാണ് വരുന്നതെങ്കിൽ, രാ മാത്രം വരുമ്പോൾ എങ്ങനെയാണ്? ഇർ എന്നാണ് നമ്മൾ അതിനെ ഉച്ചരിക്കുന്നത്. ഓക്കെ. ലായാണ് വരുന്നതെങ്കിൽ ഇൽ എന്നാണ് പറയുന്നത്. ബാദൽ. ഇവിടെ ബാദല എന്നല്ല വായിച്ചത്, ബാദൽ. ബാദൽ അപ്പനെ ജൽ, കണ്ട ജൽ, ല എന്തായി? ഇൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൽ സേ. ബാദൽ അപ്പനെ ജൽ സേ ഇത്തനാ പ്യാർ കരേക്കി. ഇത് നേരത്തെ കുറേ പ്രാവശ്യം വായിച്ചുകൊണ്ട് നമുക്കറിയാം. ഇത്തനാ പ്യാർ കരേക്കി, വഹ് ദേ സഗേ ജൽ दुनिया को भी. बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. മനസ്സിലായല്ലോ. ഇനി ലാസ്റ്റ് ആണ് മേം. മേം പറഞ്ഞാൽ ഞാൻ. മേം നിങ്ങൾ രണ്ട് മേം കണ്ടിട്ടുണ്ടാവും അല്ലേ. രണ്ട് തരത്തിലുള്ള മേം എന്ന് കണ്ടിട്ടുണ്ടാവും. ഒന്നിങ്ങനെ മാന്നെഴുതിയിട്ട് മുകളിൽ രണ്ട് വരയും ഡോട്ടും ഉള്ള മേം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു മാന്നെഴുതിയിട്ട് മുകളിൽ ഒരു വരയും ഡോട്ടുമുള്ളതും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം ഇതിന് നല്ല അർത്ഥ വ്യത്യാസമുണ്ട്. ഈ മേം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. ഈ മേം എന്ന് പറഞ്ഞാൽ ഇൽ. സ്കൂൾ മേം സ്കൂളിൽ, ഗർമേം വീട്ടിൽ, ബാസാർ മേം അങ്ങാടിയിൽ, അങ്ങനെ പറയുന്ന ഇൽ ആണ് ഇത്, ഈ മേം. ഓക്കെ. ഈ മേം എന്ന് പറഞ്ഞാൽ ഞാൻ. മേം ഗുദ് സേ ഇത്തനാ പ്യാർ കരൂം കി ദേ സകൂം പ്യാർ ദുനിയാ കോ ബി. മേം ഗുദ് സേ, ഇത് ഗുദൊക്കെ നിങ്ങൾ നേരത്തെ വായിച്ച് പഠിച്ചതാണ് അല്ലേ. ഗുദ് സേ ഇത്തനാ പ്യാർ കരൂം, കരൂം കി ദേ സകൂം പ്യാർ ദുനിയാ കോ ബി. ഇതിൽ നിങ്ങൾ പഠിക്കാനുള്ളത് കരൂം സകൂം എന്നാണ്. നമ്മൾ നേരത്തെ ഊന്റെ ചിഹ്നം പഠിച്ചതാണ് അല്ലേ. ഊ എന്ന ചിഹ്നമാണിത്. അപ്പൊ കൂന്നായി. പിന്നെ മുകളിൽ ചന്ദ്രക്കലയും കുത്തും കൂടി വന്ന കൂം, കൂം. മനസ്സിലായോ? അത് ഏതൊരക്ഷരത്തിന് കൊടുക്കണമെങ്കിൽ അങ്ങനെ വരും. ഈ ചിഹ്നവും മുകളിലെ ചന്ദ്രക്കലയും കുത്തും ഏതക്ഷരത്തിനാണോ കൊടുക്കുന്നത് അതിനൊക്കെ ഊം ഊം എന്ന് വായിക്കും. മാക്കി കൊടുക്കുകയാണെങ്കിൽ മൂം, ലാക്കിയാണ് കൊടുക്കണമെങ്കിൽ ലൂം. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? രാക്കി അതുപോലെ ചിഹ്നം കൊടുത്തിരിക്കുന്നു. രൂം, കരൂം, रूम. इतना प्यार करूं कि दे सके प्यार दुनिया को भी. दे सगूम प्यार दुनिया को भी. ओके. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വായനയുടെ വീഡിയോ ഉള്ളത്. എല്ലാവരും അക്ഷരങ്ങളും ചിഹ്നങ്ങളും മനസ്സിലാക്കി മാത്രം വായിച്ച് പഠിക്കുക. അല്ലാതെ നിങ്ങൾ വായിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഹിന്ദി വായിക്കാനായിട്ട് പറ്റില്ല. 10ാം ക്ലാസ്സിലെത്തിയാലും വായന പ്രയാസമായിട്ട് തന്നെ നിൽക്കും. ഇങ്ങനെ കുറച്ച് ദിവസം നിങ്ങൾ ശ്രമിച്ചാൽ മതി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ. പല കുട്ടികളും വായിക്കാൻ പറ്റി എന്ന കമൻ്റ് ഇട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ വളരെ വലിയ സന്തോഷവുമുണ്ട്. ഓക്കെ.